ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 15-ാം ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ അടിയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ അനിമോളും റെന ഫാത്തിമയും തമ്മിലുള്ള ഒരു ക്രാഷോട് കൂടിയിട്ടാണ് രാവിലെ തന്നെ ദിവസം തുടങ്ങുന്നത്. ഇന്നത്തെ എപ്പിസോഡില് കൂടുതലായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് ഫുൾ അടി മാത്രമായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറെ ക്രാഷുകളുടെ ദിവസമായിരുന്നു ഇന്ന്. നോമിനേഷന്റെ ദിവസമായിരുന്നു. പിന്നെ പൊതുവെ ഇന്നത്തെ ദിവസത്തെ വിലയിരുത്തുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാരി എറിയലും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അരങ്ങേറിയ ദിവസമായിരുന്നു കേട്ടോ. എല്ലാത്തിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ റെന ഫാത്തിമയും അനുമോളും തമ്മിലുള്ള ഒരു ക്രാഷാണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ നമ്മുടെ അനീഷായിരുന്നു കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഒരു ബഹളം വീട്ടില് എല്ലാ ദിവസവും രാവിലെ അനീഷിന്റെ വകയായിരുന്നു. പക്ഷെ ഇന്ന് അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അനീഷ് വീക്കെൻഡ് എപ്പിസോഡൊക്കെ കഴിഞ്ഞപ്പം ലാലേട്ടന്റെ കുറെ ഉപദേശങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനീഷിന്റെ ഗെയിമിൽ വലിയൊരു ചേഞ്ച് വരുത്തിയതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇന്ന് അനീഷ് ആ വീട്ടിലില്ല എന്നാണ് തോന്നിയത്. കാരണം ഒരു കാര്യത്തിനും അനീഷിന്റേതായിട്ടുള്ള ഇടപെടലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഗെയിമിനെ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പക്ഷെ വേറൊരാള് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വേറെ ആരുമല്ല, നമ്മുടെ അനുമോളാണ് കേട്ടോ. ഇന്നത്തെ താരം എന്ന് പറയുന്നത് അനുമോളാണ്. അനുമോള് കുറെ കരയും കുറെ എന്താ പറയാ വല്ലാത്ത രീതിയിൽ ഇമോഷണലി ബ്രേക്ക് ആവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. നോർമലി പുള്ളിക്കാരിയുടെ ക്യാരക്ടറും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം വഴക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഭയങ്കരമായിട്ട് ഡെസ്പായി കരഞ്ഞ് മെഴുകിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം അനുമോള് സ്കോർ ചെയ്തായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിലും ലൈവിലാണെങ്കിലും കാണുമ്പോൾ അനുമോള് വളരെയധികം സ്ട്രോങ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പാനി ശരത്തിന്റെ അടുത്തും എന്താ പറയാ റെന ഫാത്തിമയുടെ അടുത്തും അക്ബറിന്റെ അടുത്തും അങ്ങനെ പലരുടെ അടുത്തും വളരെ ബോൾഡായിട്ട് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് മറുപടി പറയുന്ന ഒരു അനുമോളിനെ നമുക്ക് കാണാൻ പറ്റും. ഇതേ രീതിയിൽ ഗെയിം കളിച്ച് പോവാണെങ്കിൽ അനുമോളിന് കണ്ണു അടച്ച് ഫിനാലെ വീക്ക് വരെയൊക്കെ പോവാം കേട്ടോ. അത്രയും നന്നായിട്ട്. കാരണം പുറത്ത് അനുമോൾക്ക് നല്ല സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് അനുമോള്. കാരണം അനുമോള് കുറെ വർഷങ്ങളായിട്ട് നേടിയെടുത്തിട്ടുള്ള കുറെ അധികം ഫോളോവേഴ്സ് അങ്ങനെ ആരാധകരൊക്കെ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരാള് അതിനകത്ത് ഒറ്റയ്ക്ക് കുറച്ച് സ്ട്രോങ്ങോടുകൂടി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും, സപ്പോർട്ട് ചെയ്യും. അപ്പൊ രാവിലെ തന്നെ റെന ഫാത്തിമ ഭയങ്കരമായിട്ട് ഒരു ചൊറിയൻ ക്യാരക്ടറാണ്. എല്ലാ വീക്കിലും കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് പോയിട്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആടിയുണ്ട്. അതാണ് റെന ഫാത്തിമയ്ക്ക് ആകെയുള്ള ഒരു കണ്ടന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വീക്കിലൊക്കെ കുറച്ച് നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു കൊച്ചാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ മറുപടി പറയുന്ന ഒരു കൊച്ചാണെന്നൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചക്കായിട്ട് റെന ഫാത്തിമയുടെ ഭാഗത്തു നിന്നുള്ള ഏക കണ്ടന്റ് എന്ന് പറയുന്നത് അടുക്കളയിൽ പോയിട്ട് അല്ലെങ്കിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്നവരെ പോയിട്ട് ചൊറിഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും വായ തോന്നിയതൊക്കെ മേടിച്ചു കൂട്ടുക, തിരിച്ച് അതേ രീതിയിൽ തിരിച്ചു പറയുക. ഒരു ബഹുമാനവും എന്താ പറയാ ഇതൊന്നും ഇല്ലാത്ത തരത്തില് ഒരു വല്ലാത്തൊരു കളിയാണ് കേട്ടോ റെന ഫാത്തിമ കളിക്കുന്നത്. ചിലപ്പം പ്രായത്തിന്റെ ഒരു മെച്യൂരിറ്റി കുറവായിരിക്കാം. പക്ഷെ പുള്ളിക്കാരി കുറെ ഗെയിമൊക്കെ കണ്ട് ബിഗ് ബോസ് 10 വയസ്സിൽ മുതലെങ്ങാണ്ട് ബിഗ് ബോസ് കണ്ടു തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് കുറെ സ്ട്രാറ്റജിയൊക്കെ പഠിച്ചു വെച്ചിട്ട് വന്നിട്ട് കളിക്കുന്ന ഒരു ഗെയിമറായിട്ടാണ് ഫീൽ ചെയ്തത്. അങ്ങനെ റെന ഫാത്തിമ അനുവിനെ ചപ്പാത്തി കളി എന്നൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട്. അനു നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. റെന ഫാത്തിമയുടെ ഫാമിലിനെ വരെ അനു വലിച്ചഴിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെയാണോ ഒരു കൊച്ചിനെ പഠിപ്പിച്ചു വിടുന്നത്, അത് വീട്ടുകാരുടെ കുഴപ്പമായിട്ടാണ് മറ്റുള്ളവർ കാണാം, അതിന്റെ അച്ഛനെ അമ്മേനെ പറയിപ്പിക്കരുത് നാട്ടുകാരെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അനുമോൾ അതിനെ നല്ല തന്ത്രപരമായിട്ട് നേരിടുന്നുണ്ട്. അനുമോൾ ആളുകളായിട്ട് ഭയങ്കരമായിട്ട് റെന ഫാത്തിമയും തിരിച്ച് നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അടി എന്ന് പറയുന്നത് നമ്മുടെ ശാരികയും കലാഭവൻ സരികയും തമ്മിലായിരുന്നു. വേറെ ഒന്നല്ല, ശാരിക ഹോട്ട് സീറ്റിന്റെ ഒരു ആങ്കർ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിനകത്തും പോയിട്ട് കുറെ അധികം ഹോട്ട് സീറ്റ് ഇന്റർവ്യൂസുകൾ നടത്തിയിട്ടുണ്ട് പലരുമായിട്ട്. കോമഡി തമാശപരമായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കോമഡിയൊക്കെ കാണിച്ച് ഹോട്ട് സീറ്റ് അവതരിപ്പിക്കാറുണ്ട്. ഇന്ന് അവിടെ ഹോട്ട് സീറ്റിലേക്ക് ഇരിക്കാനായിട്ട് നമ്മുടെ കലാഭവൻ സരികയാണ് വിളിച്ചത്. അവര് തന്നെ പ്ലാൻ ചെയ്ത് അവര് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. പക്ഷെ ഇരുന്നു കൊടുത്ത സരികയോട് ശാരിക ഭയങ്കര മോശമായിട്ടുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കണം. നിങ്ങൾ ഇവിടെ ആടിക്കുഴഞ്ഞ് നിൽക്കുകയാണോ, നിങ്ങൾ
പുറത്തിറങ്ങിയിട്ട് ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യാനുള്ള പ്ലാനാണോ, അങ്ങനെയൊക്കെ തമാശ രീതിയിലാണ് പറയുന്നതെങ്കിലും അത് അവർക്ക് ഹേർട്ട് ആവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പുള്ളിക്കാരി ഒരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പുള്ളിക്കാരിക്ക് എന്തായാലും കൂടുതലായിട്ട് ഹേർട്ട് ആവും. അതേക്കുറിച്ച് പറയുമ്പോൾ തിരിച്ചു വന്നിട്ട് പിന്നെ ഷാരികേന്റെ അടുത്ത് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഷാരികേന്റെ ആയിട്ടുള്ള അങ്ങനെ അവര് തമ്മിലുള്ള ഒരു വഴക്ക്, അങ്ങനെ ആ സീൻ അവിടെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാല് നമ്മുടെ കിച്ചണില് അനുമോളിനോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ, അല്ലെങ്കിൽ കിച്ചൺ മറ്റ് അംഗങ്ങളോടൊന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ നമ്മുടെ നെവീനും ജിസയിലും കൂടിയിട്ട് ജിസയിലിന് എന്തോ വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പം കഴിഞ്ഞ കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്ന മെയിൻ ആളായിരുന്നു ജിസയിൽ. ആ സമയത്ത് അനുമോള് കിച്ചണിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ നോക്കുമ്പോൾ ജിസയിൽ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ടീമിൽ കയറുന്നതിന് മുൻപ് ഇവര് ഗ്യാങ് ആയിട്ടൊരു തീരുമാനം എടുത്തായിരുന്നു, കിച്ചൺ ടീമിലുള്ളവരല്ലാതെ വേറെ ആരും കയറരുത്, എല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അപ്പാനി ശരത്തും ഷാരികയും അനുമോളും എന്താ പറയുക ആദില നൂറയൊക്കെ എല്ലാവരും കൂടി ചേർന്നിരുന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നവീന്റെ അടുത്തും ജിസേലിന്റെ അടുത്തും ഫുഡ് ഉണ്ടാക്കിക്കോളാൻ അപ്പാനി ശരത്തിന്റെ അനുവാദത്തോടുകൂടി അവർ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് അനുമോളിനെ ഭയങ്കരമായിട്ട് ചൊടിപ്പിക്കുന്നുണ്ട്. കാരണം അനുമോൾക്ക് കിട്ടിയതായിരിക്കാം കഴിഞ്ഞ വീക്കിലൊക്കെ അനുമോളോട് എങ്ങനെയാണോ പ്രതികരിച്ചത് അതിനേക്കാൾ കൂടുതലായിട്ട് ഒരു പടി കൂടി കടന്ന് അനുമോൾ കുറച്ചുകൂടി റഷായിട്ട് ഇവരോട് പെരുമാറുന്നുണ്ട്. അപ്പം അപ്പാനി ശരത്ത്, അതായത് കിച്ചന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അനുമോള് അപ്പാനി ശരത്ത് അല്ലെങ്കിൽ കിച്ചൺ ക്യാപ്റ്റൻ ഒരു പൊട്ടനാണ് എന്നുള്ള രീതിയിലൊരു ഡയലോഗ് അടിക്കുന്നു. അത് ഇങ്ങനെ പെട്ടെന്ന് അപ്പാനി ശരത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം ഉണ്ടാവും. എന്താടി അങ്ങനെ, നീ ആരാടി എന്നെ പൊട്ടൻ ഒഴിക്കാണെന്നൊക്കെ പറഞ്ഞ് ചാടി ഇറങ്ങി അപ്പാനി ഭയങ്കരമായിട്ട് മാരക വേഷം കാണിക്കുന്നുണ്ട് അപ്പാനിന്റെ അടുത്ത്. അപ്പാനിയോട് ലാലേട്ടൻ ഇന്നലെ കൂടി പറഞ്ഞിട്ട് പോയ ഒരു കാര്യമാണ്, അപ്പാനി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് അതല്ല ഗെയിം, വളരെ മാന്യമായിട്ട് ഗെയിം കളിക്കാനൊക്കെ ഉപദേശിച്ചിട്ട് പോയി നേരം വെളുത്തില്ല അപ്പാനി വേറൊരു തരത്തില് ചാടി അനുമോൾക്ക് നേരെ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അനുമോൾ പക്ഷെ പേടിക്കുന്നൊന്നുമില്ല കേട്ടോ. അനുമോൾ നേരിട്ട് നിന്ന് അപ്പാനീന് നേരിടുന്നുണ്ട്. അതിനിടയ്ക്ക് അനുമോളുടെ വായിൽ നിന്നൊരു വാക്ക് വീണായിരുന്നു, വേറൊന്നല്ല, നിങ്ങൾ കാരണമാണ് ഒരു പെൺകുട്ടി എലിമിനേറ്റ് ആയി പോയത് എന്നൊരു ഡയലോഗ്. അത് ശരിക്കും അപ്പാനിക്കും ഭയങ്കരമായിട്ട് ഷോക്കായി പോയി. അത് കേട്ട ഉടനെ അപ്പാനിയിലെ രക്ഷകനായിട്ടുള്ള അക്ബർ ചാടി വീഴുകയാണ്. എടി നീ എന്താടി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ അനുമോളിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവര് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാല് അപ്പാനി ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ ചാടി വീഴുന്ന ഇത് വളരെ അരഗന്റ് ആയിട്ടുള്ള ഒരു മൂവാണ് കേട്ടോ. അതായത് ഒരു ബഹുമാനവും കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു മര്യാദ ഇല്ലാതെ സംസ്കാര ശൂന്യത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഇവർ ചാടി വീണ ഒരു പെൺകുട്ടീനെ അറ്റാക്ക് ചെയ്യുന്നത് കേട്ടോ. എടി എടി എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അനുമോളിനെ. അനുമോൾ അത് വകവെക്കുന്നില്ല. എടി പൊടി എന്നൊക്കെ നിന്റെ വീട്ടിൽ പോയി വിളിക്കടാന്നൊക്കെ അക്ബറിനോട് പറയുന്നുണ്ട്. നല്ലൊരു മൂവാണ് കേട്ടോ. കാരണം അനുമോൾ ഇനി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. കരച്ചിൽ കാർഡാണ്, മറ്റേ ജെൻഡർ കാർഡാണെന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള പെൺകുട്ടികളടക്കം അല്ലെങ്കിൽ അനുമോളിനെ പഴിചാരുന്ന ഒരു സമയമാണ്. അപ്പൊ ഇനി അനുമോൾ അങ്ങനെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതുപോലെ തന്നെ പ്രതികരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. അപ്പാനി ശരത്തിന്റെ ഒരു മോശം ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അനുമോളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് വീണതോടുകൂടി അപ്പാനി ശരത്ത് ബലൂണിന്റെ കാറ്റ് പോയ പോലെ പെട്ടെന്ന് ഉരുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കേട്ടോ. വേറൊന്നല്ല, നമുക്കറിയാം ബിൻസി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് പുറത്തു പോയതിനു ശേഷം അല്ലെങ്കിൽ പുറത്തു പോകുന്നതിന്റെ 2 ദിവസം മുൻപ് വരെ 2 ദിവസം ഒരു ലാസ്റ്റ് ആ കൊച്ച് എലിമിനേറ്റ് ആവുന്നതിന്റെ 2 ദിവസം മുതലാണ് അപ്പാനി ശരത്തുമായിട്ട് വല്ലാത്ത രീതിയിൽ ഒരു അടുപ്പം ഉണ്ടാകുന്നത്. അത് അവരുടെ ഭാഷയിൽ ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ പുറത്തുനിന്ന് കാണുന്നവരുടെയും അതിനകത്ത് നിന്നുള്ള കണ്ടസ്റ്റൻസിന്റെയും കണ്ണിലൂടെ നോക്കുമ്പോൾ അതിനകത്ത് എന്തോ പന്തികേടുള്ള രീതിയിൽ പലരും പറഞ്ഞിരുന്നു. അപ്പാനി ലവ് ട്രാക്ക് പിടിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഒരു ഗോസിപ്പ് അല്ലെങ്കിൽ കാണുന്നവർക്ക് അങ്ങനെ തോന്നുന്ന കേട്ടോ. നമ്മളിപ്പം ലൈവ് കാണുമ്പോഴും മറ്റുള്ള ആൾക്കാർ അതിനകത്ത് നിന്നുള്ള ആൾക്കാർ നോക്കി കാണുമ്പോൾ ഷാനവാസ്, അതുപോലെ തന്നെ ജിസേല്, ആദില നൂറ, അങ്ങനെ പലരും അതിനെ കുറിച്ച് അവിടെ അതിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണോ ട്രാക്ക് പിടിക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ പുറത്ത് അതിനെതിരെ അല്ലെങ്കിൽ
അന്നത്തെ ലൈവിന്റെ അടിയിൽ വന്നിട്ടുള്ള കുറെ കമന്റുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. കാരണം അതിനകത്തുള്ള കമന്റ് മൊത്തം അപ്പാനി ശരത്ത് കോഴി, ആർ ജെ ബിൻസി കോഴി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വല്ലാത്ത രീതിയിൽ മോശമായിട്ടുള്ള കമന്റുകളായിരുന്നു കേട്ടോ. അപ്പം കാണുന്ന ആൾക്കാരുടെ ഒരു വ്യൂ പോയിന്റിൽ ഇവരെന്തോ ലവ് ട്രാക്ക് പിടിക്കുകയാണ്. അതായത് ലവ് ട്രാക്ക് പിടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അപ്പാനി ശരത്തിന് പുറത്ത് ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് വലിയ ഒരു ഇഷ്യൂവിലേക്ക് പോകുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയത്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ, ഇങ്ങനെ ഇത് ശരിയാവത്തില്ല, നല്ലൊരു സ്വഭാവമല്ല ഇത്. കാരണം പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ച് അപ്പാനി ശരത്തിന്റെ വൈഫും പിള്ളേരും ഒക്കെ ഉള്ളതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്, കുറെ എന്താ പറയുക കമന്റുകളുണ്ട്, എല്ലാം ഉണ്ട്. കുറെ പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ. അപ്പം അപ്പാനി ശരത്തിന്റെ പുറത്തുള്ള ഒരു ഇത് എങ്ങനെയോ അനുമോൾക്ക് അത് എന്താ പറയാ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പുറത്ത് എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക എന്നുള്ളത് അനുമോൾ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുന്ന പോലെ തോന്നി കേട്ടോ. കാരണം പുറത്ത് ചെന്നാൽ അറിയാം നിങ്ങൾ കാരണമാണ് ഒരു പെൺകുട്ടി എലിമിനേറ്റ് ആയി പോയത് എന്നൊക്കെ ഒരു മറയില്ലാതെ അനുമോൾ പറയുന്നുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞപ്പം ബാക്കിയുള്ളവരെല്ലാവരും അനുമോളിൽ പോയി തിരുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊരു വല്ലാത്തൊരു ഇതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പുറത്ത് ഒരു പെൺകുട്ടിയുടെ ഭാവിയുടെ പ്രശ്നം അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അപ്പാനിയുടെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എല്ലാം ഒക്കെ ഈ ഒരു കമന്റിലുണ്ട്. അതായത് അത് വളരെ മോശമായി പോയി അനുമോളെ ഒരു പുറത്തു പോയ ഒരു പെൺകുട്ടിയെ കുറിച്ച് അല്ലെങ്കിൽ അവളെ കുറിച്ച് കണ്ടസ്റ്റന്റിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല, അങ്ങനെ പറഞ്ഞത് മോശമായെന്നൊക്കെ പലരും വന്ന് പറയുന്നുണ്ട്. അപ്പൊ അനുമോള് ഭയങ്കര നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്നു, അത് പിന്നെ അങ്ങനെയല്ലേ ചേച്ചി, അല്ലെങ്കിൽ അങ്ങനെയല്ലേ ചേട്ടാ, അവളെ എങ്ങനെയാ നല്ലപോലെ കളിക്കുന്ന കൊച്ചായിരുന്നില്ലേ ആർ ജെ ബിൻസി, പിന്നെ എങ്ങനെയാ അവള് ഔട്ടായി പോയത്, എലിമിനേറ്റ് ആയി പോയത്, ഇത് തന്നെയല്ലേ കാരണം എന്നൊക്കെ വളരെ നിഷ്കളങ്കമായിട്ട് അനുമോള് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ വേറൊരു ഇഷ്യൂ അതിന്റെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട് നവീനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് നവീൻ കാണുന്ന പെൺകുട്ടികളെ, അതിനകത്തുള്ള ജിസേല്, ആദില നൂറ, അതുപോലെ അനുമോള്, ശൈത്യ, ഇവരെയൊക്കെ ആയിട്ട് വളരെ നോർമലായിട്ട് ഹഗ് ചെയ്യുന്നുണ്ട്. അവർക്കോ അല്ലെങ്കിൽ നവീനോ യാതൊരുവിധ പ്രശ്നമില്ലാത്തത് അക്ബറിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതിന് വളരെ മോശമായിട്ട് അക്ബറിനെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അക്ബർ അത് പറഞ്ഞത് നമ്മുടെ ഷാരിക അത് പുറത്ത് നവീനോട് പറയുന്നു. നവീൻ അത് ബാക്കിയുള്ള ലേഡി കണ്ടസ്റ്റൻസിന്റെ അടുത്തൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നൈറ്റില് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ നിങ്ങളുമായിട്ട് അടുത്തിടപഴകുന്നത്. അപ്പം എല്ലാവരും പറയുന്നത് ഇല്ല, കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ്. ജിസയിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ അക്ബറിനെ അടിക്കാനുള്ള ഒരു വടിയായിട്ടാണ് അത് ഷാനവാസും മൊനിയിലും നമ്മുടെ അബിയൊക്കെ കണക്കാക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനെ ഒരു സാധനം അക്ബർ ഒരു സദാചാരവാദിയാണെന്നൊക്കെ പറഞ്ഞ് പുറത്ത് വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അക്ബറിന് അതൊരു അടിയാവും എന്നുള്ള രീതിയിൽ അവര് നല്ല രീതിയിൽ അത് പ്രയോഗിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ ഗെയിം പോലെ തന്നെ ഇത് എന്റെ ഗെയിമാണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് കുറച്ച് റൈസായി കുറച്ച് നല്ല രീതിയിൽ ഗെയിം കളിക്കാനുള്ള മൂഡിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഷാനവാസ് എന്താ ചെയ്യാൻ പോണേന്ന് അറിയത്തില്ല. പക്ഷെ അപ്പാനിയെയും അക്ബറിനെയും നല്ല രീതിയിൽ നേരിടാനുള്ള ഒരു എന്താ പറയാ ആയുധം കയ്യിൽ കിട്ടിയ രീതിയിലാണ് കേട്ടോ ഷാനവാസ് ഇറങ്ങി തിരിച്ചേക്കുന്നത്. കാരണം അപ്പാനിയും ആർ ജെ ബിൻസി ആയിട്ടുള്ള ഒരു കണക്ഷൻ അത് ലവ് ട്രാക്ക് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പറയാനായിട്ട് എൻ്റെ നല്ല തെളിവുകളുണ്ട് എന്നൊക്കെ അപ്പാനിയോട് പറയുന്നുണ്ട്. രാത്രി ഒരു 1 മണിത്തെ ലൈവൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അപ്പാനി ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അപ്പാനിയുടെ കരിയറിനെയോ അല്ലെങ്കിൽ കുടുംബത്തിനെയൊക്കെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അപ്പാനി ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. ഷാനവാസിന്റെ പുറകെ നടന്ന് കെഞ്ചുന്നുണ്ട്, എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത്, എന്താണ് നിങ്ങളുടെ ഗെയിം, എന്താണ് നേരിട്ട് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിന്റെ പുറകെ നടക്കുന്നുണ്ട് പാവം കേട്ടോ. കണ്ടപ്പോൾ വിഷമം തോന്നി. കാരണം ഇങ്ങനെ ഗെയിമിനിടയ്ക്ക് ഇങ്ങനെ അപ്പാനിയായിട്ട് ഇട്ടുകൊടുത്ത ഒരു സാധനമാണ്. അപ്പാനിക്ക് ചിന്തിച്ചാൽ മതിയായിരുന്നു ഇങ്ങനെ ഒരു സംഭവം വരും, മറ്റുള്ളവർ ഉപയോഗിക്കും എന്നൊക്കെ അപ്പാനി വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ അപ്പാനിക്ക് വരില്ലായിരുന്നു. പക്ഷെ അപ്പാനി സ്വയം കുയ്തോണ്ടിയാണ്. പക്ഷെ അത് ഷാനവാസ് നാളെ അല്ലെങ്കിൽ വീക്കെൻഡിലൊക്കെ എങ്ങനെ അത് പ്രയോഗിക്കാൻ പോകുന്നതെന്ന് വളരെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ. രാത്രി 1 മണി വരെയൊക്കെ കൺവിൻസ് ചെയ്യാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ജിസയില് വളരെ തന്ത്രപരമായിട്ട് ഷാനവാസിന്റെ അടുത്ത് വന്നിരുന്ന് കുറേ നേരം സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഷാനവാസ് ജിസയിലിന് പറയുന്ന മറുപടി എന്താന്ന് പറഞ്ഞാല്, ഇതുവരെ എന്നെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ആരും വന്നിട്ട് ഒത്തുതീർപ്പിനൊന്നും വന്നിരുന്നില്ല. ഇപ്പൊ അക്ബറിനും അപ്പാനിക്കൊക്കെ ഒരു ഇത് വന്നപ്പോഴത്തേനും
അടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പലരും ഒത്തുതീർപ്പിനായിട്ട് വരികയാണെന്നൊക്കെ പറഞ്ഞ് ജിസൈലിനെ ഓടിച്ചു വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജിസൈൽ വളരെ മാന്യമായിട്ടാണ് കേട്ടോ നമ്മുടെ ഷാനവാസിനോടും മൊനീലിന്റെ അടുത്തും ബിശ്രിയോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ നിരീക്ഷണവും ഒക്കെ വളരെ രസമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജിസൈലിനെ എന്തുകൊണ്ട് നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അവർ പലരെയും വീക്ഷിക്കുന്ന അക്ബറിനെ കുറിച്ചിട്ടും അപ്പാനെ കുറിച്ചിട്ടും ഷാനവാസിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് നല്ലൊരു ഗെയിമറിന്റെ ലക്ഷണമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല രീതിയിൽ കളിച്ചു പോകുന്നുണ്ട് ജിസേല്. അപ്പം നാളെ ഇനി വലിയ ഒരു ഗെയിമൊക്കെ വരാനുണ്ടെന്ന് തോന്നുന്നു, വീക്ക്ലി ടാസ്ക് ഒക്കെ ആയിട്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിചാരിക്കാം. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഹെൽത്തി ആയിട്ടുള്ള ഗെയിം ആയിരിക്കണം ഉണ്ടാവേണ്ടത് എന്നാണ് കേട്ടോ എന്റെ ഒരു ഒപ്പീനിയൻ. വേറെ ഒന്നല്ല, മറ്റുള്ളവരുടെ ജീവിതം വെച്ചൊന്നും കളിക്കാതിരിക്കാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ ഗെയിമല്ലേ, ജയിക്കാനായിട്ട് ഏത് വഴിയും തെരഞ്ഞെടുക്കാം എന്നാണ് കണ്ടസ്റ്റൻസ് ഒക്കെ വിചാരിക്കുന്നത്. പുറത്ത് നല്ല രീതിയിൽ അപ്പാനി ശരത്തിനെതിരെയായിട്ടുള്ള അല്ലെങ്കിൽ അപ്പാനി ശരത്തിന്റെയും ബിൻസിയുടെയും ഒക്കെ ഒരു റിലേഷനെ ചൊല്ലിയുള്ള ഒരുപാട് കമന്റ്സും വീഡിയോസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. എന്തായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഇനി എല്ലാവർക്കും നന്നായിട്ട് കളിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നാളത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. സൈനിങ് ഓഫ് അനിരുദ്ധ്.